ഇന്ന് സാറ്റർഡേ മോർണിംഗ്. എനിക്ക് സൺഡേക്കാട്ടി കൂടുതൽ ഇഷ്ടം ശനിയാഴ്ചകളോടാണ്. കാരണം തൊട്ടടുത്ത ദിവസം ഒരു അവധിയുണ്ടല്ലോ. ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ താഴെ ദൂരത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അവധിയാണല്ലോ. ഫൈനലി തീരുമാനം എടുത്തത് കോടനാട് എലിഫന്റ് സെന്ററിലേക്ക് പോകാമെന്നാണ്. ലൊക്കേഷൻ വരുന്നത് മലയാറ്റൂര്. അവിടെ ചെന്നപ്പോൾ ഒരു കാടിന്റെ പ്രതീതി. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ചങ്ങലക്കിട്ട കുറേ ആനകളെയും കൂട്ടിലടച്ച കുറേ മ്ലാവിനെയും മാനിനെയും ഒക്കെ കണ്ടു. അവിടുന്ന് നേരെ പോയത് മഹാഗണി തോട്ടമാണ്. കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ തോട്ടമായിരിക്കുന്നു. പക്ഷേ ഇത് കാടിനകത്തൂടെ ഒരു 10 മിനിറ്റ് നമുക്ക് നടന്ന് ചെല്ലാം, ഒരു പുഴയുടെ അരികിലേക്ക്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് ആന വരും, കുരങ്ങൻ വരും. ചെന്നപ്പോൾ തന്നെ കുരങ്ങിനെ കണ്ടു കേട്ടോ. അവിടെയൊക്കെ പല പല മൃഗങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, പുലി ഉൾപ്പെടെ. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നി. കുട്ടികളെയും കൊണ്ടാണല്ലോ പോകുന്നത്. പക്ഷേ ധാരാളം സെക്യൂരിറ്റീസ് ഉണ്ട്. അവർ പറഞ്ഞു വരുമ്പോൾ തന്നെ അവർക്ക് അലേർട്ട് കിട്ടും, അങ്ങനെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുമെന്ന്. ആ സമാധാനത്തിലാണ് ഞാൻ അവിടെ നടന്നത്. നമ്മൾ വന്ന ഈ 2 സ്ഥലത്തേക്കും എൻട്രി ഫീ ഉണ്ട്. കാട് കാണാനും പോകാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടമാണ് ഈ മഹാഗണി തോട്ടം. പാറുനും മേക്കിയും ഒക്കെ ചെറിയ ബോറടിയൊക്കെ തോന്നി കേട്ടോ. പക്ഷേ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഇഷ്ടമായി. അങ്ങനെ വൈകിട്ട് വീട്ടിൽ വന്നു. ഇന്നത്തെ സ്പെഷ്യൽ കക്ക ഇറച്ചി ഫ്രൈ ആണ്. പിന്നെ കഴിയുമ്പോൾ നന്നായിട്ട് ഒലച്ച് കഴുകണം. ഇതിനകത്ത് മണ്ണിരിക്കും. അത് പോയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ മണ്ണ് കടിക്കും. അപ്പം നമ്മുടെ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തോർത്തിയെടുത്ത കക്ക ഇറച്ചി എടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ച് ഇടുക. 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളക് പൊടി, പിന്നെ ഉപ്പും ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കുക. ഞാൻ ഫ്രൈ ഉണ്ടാക്കുന്ന രീതി ഇതാ കേട്ടോ. എൻ്റെ അമ്മയൊക്കെ വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കുക്കറിൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. തേങ്ങാക്കൊത്ത്, പച്ചമുളക്, സവാള, പിന്നെ കറിവേപ്പില. അങ്ങനെ ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയിട്ട് ഇതിൽ നമ്മളങ്ങനെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട. എന്നാൽ മഞ്ഞൾപ്പൊടി, അതുപോലെ വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയാകാം കേട്ടോ. അത് ഫ്രൈ ചെയ്യുമ്പം ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ല കളറൊക്കെ ആകും. കുറച്ച് മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കക്കായും കൂടി ഇട്ട് നന്നായിട്ട് അടുപ്പിലിട്ട് ഇങ്ങനെ വറുത്ത് എടുക്കുക. സമയം കുറച്ചെടുക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് പെരുംജീരകപ്പൊടിയൊക്കെ ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കുക. ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇന്നത്തെ സപ്പർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ ഇഷ്ടമൊക്കെ ഒന്ന് അറിയിക്കണേ. ബൈ.